ഗർഭപാത്രത്തിൽ ഓപ്പറേഷൻ ചെയ്ത ശേഷം വീണ്ടും രോഗം വന്നായിരുന്നു. ഗർഭപാത്രത്തിലാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട് അത് എടുത്തു കളയാന്ന് വിചാരിച്ചു. ഈ മരുന്ന് കഴിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. ഈ മരുന്നാണ് എന്നെ രക്ഷിച്ചത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഓൾറെഡി ഇവര് 2 പ്രാവശ്യം മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പേഷ്യന്റ് ബന്ധുവിനോട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. നമസ്കാരം അമ്മ. അമ്മയുടെ പേര്? ബാലമണി. 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 ഓക്കെ. എത്ര വയസ്സുണ്ട്? 40 വയസ്സുണ്ട്. 40 വയസ്സുണ്ടല്ലേ. എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഗർഭപാത്രത്തില്. ഗർഭാശയ ക്യാൻസർ. ഓക്കെ. അമ്മയ്ക്ക് ക്യാൻസറിനെ പറ്റിയൊക്കെ അറിയാമോ? ക്യാൻസർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ലക്ഷണങ്ങളൊക്കെ? ക്യാൻസർ വന്നാല് പിന്നെ മരിച്ചു മരിച്ചു പോകുന്നു. പോകുന്നുള്ള പേടിയോടെ തന്നെ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അമ്മ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അത്രയും ധൈര്യം ഉണ്ടല്ലേ അമ്മയ്ക്ക്? ആ, ശരി അമ്മേ. അമ്മയ്ക്ക് ഗർഭാശയ ക്യാൻസർ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ വേദന എങ്ങനെയാ മനസ്സിലായത്? വേദന വന്നപ്പോഴല്ലേ ഹോസ്പിറ്റലിലേക്ക് ആ. പോയതൊക്കെ? എങ്ങനെയാണ് ആ വേദന അതിന്റെയാണെന്ന് മനസ്സിലാക്കിയത്? ഗർഭപാത്രത്തിൽ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ വീണ്ടും അവിടെ തന്നെ വേദന വന്നു. ഉം. വേദന വന്നപ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോയി. ഉം. രോഗത്തിന്റെ അവസ്ഥ വളരെ മോശമായി. വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് പനിയൊക്കെ ബാധിച്ചു. ഉം. ഉം. എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. ഉം. അത് മാത്രമല്ല, പിന്നെയും വേദന കൂടി. തിരിച്ചു വന്ന് വീട്ടിൽ തന്നെ കിടപ്പായി. വീണ്ടും വേദന കൂടിക്കൊണ്ടിരുന്നു. വേദന കൂടിയപ്പോ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയത്? ഹോസ്പിറ്റലിലേക്ക് പോകാൻ തോന്നിയിരുന്നോ? ഇടയ്ക്ക് കൂടുന്നു, കുറയുന്നു, പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ഓ. തോന്നി. വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്താൽ അത് ശരീരം താങ്ങില്ലെന്ന് തോന്നി. ഉം. ഇനി വീണ്ടും വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇനി ഇത് വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഉം. എന്നിട്ടും വീണ്ടും അത് വന്നുകൊണ്ടേയിരുന്നു. ഇത് വീണ്ടും വരുമെന്ന് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അമ്മയോട്? പറഞ്ഞില്ല എന്നല്ല, നമ്മൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഓ. ഒന്നും പറയാത്തതുകൊണ്ട് വീണ്ടും എന്തിനാ ആശുപത്രിയിൽ പോകുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ. ഇപ്പോ 2ാമത്തെ മാസമല്ലേ അമ്മ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നെ? ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? വിശപ്പ് നന്നായി തോന്നുന്നുണ്ട്. ആ. ഓക്കെ. ശരീരത്തിന് നല്ല സുഖം തോന്നുന്നുണ്ട്. മരുന്ന് കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അമ്മയ്ക്ക് തന്നെ തോന്നി തുടങ്ങിയല്ലേ? ഈ മരുന്ന് വാങ്ങിയ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. മരുന്ന് കഴിച്ചാണ് എനിക്ക് രക്ഷയായത്. ഡോക്ടർ എത്ര മാസം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്? മരുന്ന് ഒരു 6 മാസം കഴിക്കാൻ 6 പറഞ്ഞു. മാസത്തോളം അല്ലേ? അതിനുശേഷം എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ? പറയാമോ? സ്കാൻ ചെയ്ത് നോക്കാമെന്നാ പറഞ്ഞത്. സ്കാൻ സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? തീരുമാനിക്കാന്ന് ഓ, പറഞ്ഞു. അത് നോക്കിയതിന് ശേഷം സർജറി ചെയ്യുമല്ലേ? ഉം. ഓക്കെ. ശരി അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉം. ഇതിപ്പോ 3ാമത്തെ മാസമല്ലേ? ആ. അങ്ങനെയല്ലേ പറഞ്ഞ്? ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അമ്മയ്ക്ക് ഭേദമാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് എല്ലാം മാറിക്കോളും. അമ്മ മെഡിസിൻ കഴിച്ചോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. ഓക്കെ. താങ്ക് യു. ഓക്കെ.